താൻ പ്ലാൻ ചെയ്തിട്ടുള്ള സക്സസ് ട്രിലജിയിലുള്ള രണ്ടാമത്തെ സിനിമയാണ് മോളിവുഡ് ടൈംസ് എന്ന് അതിന്റെ സംവിധായകനായിട്ടുള്ള അഭിനവ് സുന്ദർ നായക് ഇതിന് മുന്നോടിയായിട്ട് വന്നിട്ടുള്ള ഇന്റർവ്യൂകളിൽ പറഞ്ഞിരുന്നു. ആദ്യത്തേത് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്. മുകുന്ദനുണ്ണി പോലെ വളരെ സിനിക്കലായിട്ടുള്ള ഒരു പടം ആയിരിക്കില്ല മോളിവുഡ് ടൈംസ് എന്ന് അഭിനവ് ഇന്റർവ്യൂകളിൽ പറഞ്ഞിരുന്നു. ആ ഒരു കാര്യം കേട്ടിട്ട് മുകുന്ദനുണ്ണി ഫാൻസ് ആയിട്ടുള്ള നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. മുകുന്ദനുണ്ണി ഒരുക്കിയ ആൾ തന്നെ ഉണ്ടാക്കിയ പടമാണ് എന്ന് എളുപ്പത്തിൽ മനസ്സിലാവുന്ന തരത്തിലുള്ള സിനിമ തന്നെയാണ് മോളിവുഡ് ടൈംസ്. അഭിനവിന്റെ ലൈഫിലെ ഒരു ഘട്ടത്തിലുള്ള വേൾഡ് വ്യൂവിന്റെ റിഫ്ലക്ഷൻ ആയിരുന്നു മുകുന്ദനുണ്ണി എങ്കിൽ മോളിവുഡ് ടൈംസ് ആ ഒരു അവസ്ഥയിലേക്ക് ഒരുപക്ഷെ പുള്ളി എങ്ങനെ എത്തി എന്നതിന്റെ ഒരു ഡെപ്പിക്ഷൻ ആണെന്ന് പറയാം. പുറമേക്ക് എല്ലാവർക്കും അത്ര വ്യക്തമായിട്ട് അറിയാത്ത മലയാള സിനിമയ്ക്കുള്ളിലെ ചില കളികൾ വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഫോർമാറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ് മോളിവുഡ് ടൈംസ്. കുട്ടിക്കാനത്ത് ജനിച്ചു വളർന്ന വിനീത് മാധവനാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. ചെറുപ്പത്തിലെ ഹൊറർ നോവലുകൾ വായിക്കാൻ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന വിനീത് ഒരു ഘട്ടത്തിൽ ഡോൾബി DTSൽ ദ മമ്മി എന്ന പടം കണ്ടതോടെ അയാൾക്ക് സിനിമയോട് ഭയങ്കര ഫാസിനേഷൻ ഉണ്ടായി. വർഷങ്ങൾക്ക് ശേഷം മനോജ് നൈറ്റ് ശ്യാമളൻ എന്ന ഇന്ത്യക്കാരൻ ഹോളിവുഡിൽ പോയി സിനിമ പിടിച്ചു എന്നറിഞ്ഞതോടെ തനിക്കൊരു സിനിമാക്കാരനാകണമെന്ന് വിനീത് മാധവൻ ഉറപ്പിച്ചു. താൻ വിചാരിച്ച സിനിമ തന്നെ എടുക്കുമെന്ന് വാശിയുള്ള ഒരു ഫിലിം മേക്കറായിട്ട് വിനീത് മാറുന്ന ആ ഒരു ജേണിയാണ് നമ്മൾ ഈ പടത്തിൽ കാണുന്നത്. ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഒരുപാട് സ്ഥലത്ത് അഭിനവ് ഇന്റർവ്യൂകൾ കൊടുത്തിരുന്നു. അതിൽ പുള്ളി എങ്ങനെയാണ് സിനിമ എന്ന മീഡിയവുമായിട്ട് ഇഷ്ടത്തിലായത് എന്നതിൻ്റെ കഥകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ പറഞ്ഞ വിനീത് മാധവന്റെ കഥയിലുള്ള പല സംഗതികളും ഇന്റർവ്യൂകളിൽ സ്വന്തം അനുഭവമായിട്ട് അഭിനവ് പറഞ്ഞിട്ടുള്ളതാണ്. തൻ്റെ ഒപ്പം സിനിമയിലേക്ക് വന്നവർ എടുത്തതിനേക്കാൾ കൂടുതൽ സമയം ആദ്യത്തെ പടം ചെയ്യാൻ എടുക്കേണ്ടി വന്നതിനെക്കുറിച്ചും അഭിനവ് ഈ അഭിമുഖങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ പടത്തിന്റെ ഏതാണ്ട് ഒന്നാം പകുതി മുഴുവൻ വേണമെങ്കിൽ അഭിനവിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ് എന്ന് പറയാം. നായകന്റെ ശ്രമങ്ങളിലെ ഒരു സ്റ്റെപ്പ് പോലും ഈസിയാക്കി കൊടുക്കാൻ അഭിനവും രചയിതാവായിട്ടുള്ള രാമു സുനിലും ശ്രമിക്കുന്നില്ല. ബേബി സ്റ്റെപ്സ് വെക്കുമ്പോൾ പോലും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ സാമ്പത്തികമായിരിക്കും, ചിലപ്പോൾ ലോജിസ്റ്റിക്കലായിരിക്കും. ആദ്യത്തെ ഷോർട്ട് ഫിലിം ഒക്കെ ഉണ്ടാക്കാനുള്ള സ്ട്രഗിൾ കാണിക്കുന്ന സ്ഥലത്ത് ഇവർ ആഡ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ പല എലമെന്റുകളും ഓർക്കുട്ട് എന്താണെന്ന് അറിയാത്ത ജനറേഷന് പോലും ഇതിലെ ചില സംഭവങ്ങൾ റിലേറ്റബിൾ ആക്കാൻ സിനിമയെ സഹായിക്കുന്നുണ്ട്. താരതമ്യേന ഫ്രഷ് ആയിട്ടുള്ള എലമെന്റുകൾ നമുക്ക് കാണാൻ കിട്ടുന്നത് രണ്ടാം പകുതിയിലാണ്. ഇൻഡസ്ട്രിയുടെ ഉള്ളിലുള്ള പവർ ഗെയിം വിനീത് മാധവൻ അറിയുന്നത് അവിടെയാണ്. വലിയ വലിയ ആളുകളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതിൽ തുടങ്ങി സ്വന്തം സിനിമ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പലതും ചെയ്യുന്നതടക്കം പല കാര്യങ്ങളും കാണിച്ചുകൊണ്ട് എങ്ങനെയാണ് വിനീത് മാധവന്റെ പാഷനെ ആളുകൾ അഹങ്കാരമായിട്ട് വ്യാഖ്യാനിക്കുന്നത് എന്നത് അഭിനവ് കാണിച്ചു തരുന്നുണ്ട്. റെഡിറ്റിലും മറ്റും തന്നെ അഹങ്കാരിയായിട്ട് വ്യാഖ്യാനിക്കുന്നവരോട് എങ്ങനെയാണ് ഈ ഒരു സോക്കോൾഡ് അറഗൻസ് വന്നത് എന്ന് കാണിച്ചു കൊടുക്കുന്നത് പോലെയാണ് ഒരർത്ഥത്തിൽ ഈ സിനിമ അഭിനവ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. രാമു സുനിൽ എഴുതിയിട്ടുള്ള ഈ പടം ഈ പറഞ്ഞ വിനീത് മാധവന്റെ വ്യൂ പോയിന്റിനോട് യോജിക്കാത്തവരെ മണ്ടന്മാരായിട്ട് കാണിക്കാനൊന്നും ശ്രമിക്കുന്നില്ല. സിനിമയുടെ ഓണർഷിപ്പിനെ പറ്റി വിനീത് മാധവനും ഒരു സിനിമാ നിരൂപകനും തമ്മിൽ വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഈ സിനിമ കാണിക്കുന്നുണ്ട്. സംവിധായകന്റെ പശ്ചാത്തലം കൊണ്ടോ സിനിമ പറയുന്ന രാഷ്ട്രീയം കൊണ്ടോ ക്രാഫ്റ്റ് കൊണ്ട് പ്രേക്ഷകനെ ഒട്ടും എൻഗേജ് ചെയ്യിക്കാത്ത സിനിമകളെ ആളുകൾ വാഴ്ത്തിപ്പാടുന്നതിനെ ഈ സിനിമ വിമർശിക്കുന്നുണ്ട്. അഭിനവിന് കൂടുതൽ ലേബലുകൾ ചാർത്തിക്കിട്ടാൻ സാധ്യതയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഇതൊക്കെ. എന്നിരുന്നാലും നിലപാടുകളിൽ വെള്ളം ചേർക്കാൻ പുള്ളി ശ്രമിക്കുന്നില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം പല സ്ഥലത്തും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ഷോക്കിംഗ് റിമാർക്കുകൾ പടത്തിൽ വരുന്നുണ്ട്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് പോലെ ഈ പടത്തിലും വോയിസ് ഓവർ ത്രൂ ഔട്ട് അഭിനവ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കഥ പൂർണ്ണമായിട്ടും നായകന്റെ കണ്ണിലൂടെ പറയുന്നത് കൊണ്ട് ആ ഒരു രീതി പടത്തെ എന്റർടൈനിങ് ആക്കുന്നുണ്ട്. കുറച്ചുകൂടെ ചടുലമായിട്ടുള്ള എഡിറ്റിംഗ് ആണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് കഥാപാത്രങ്ങളും ഇവന്റുകളും കവർ ചെയ്യാൻ ആ ഒരു പേസിംഗ് സിനിമയെ സഹായിക്കുന്നുണ്ട്. മുകുന്ദനുണ്ണിക്ക് സമാനമായിട്ട് വളരെ രസകരമായിട്ടുള്ള 2D ആനിമേഷൻ ഇൻസേർട്ടുകൾ ഈ പടത്തിലും അഭിനവ് കാര്യങ്ങളെ ഫണ്ണിയാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്നിലധികം കഥാപാത്രങ്ങൾ ഒരു സിനിമ എടുക്കാൻ വേണ്ടി നടത്തുന്ന പല പല ശ്രമങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുവരെ ഉണ്ടായിരുന്ന ഒരു ഫൺ പാർട്ട് പടത്തിന് മിസ്സാകുന്നു എന്ന് നമുക്ക് തോന്നുന്ന ഒരു പോയിന്റിൽ ഒരു ഡെഡ്ലി ഐറ്റം ഡ്രോപ്പ് ചെയ്തുകൊണ്ട് അഭിനവ് പടത്തെ വീണ്ടും ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ട്രാജഡിയെ കോമഡിയാക്കി അവതരിപ്പിക്കുന്ന മുകുന്ദനുണ്ണി സ്റ്റൈൽ സംഗതികളൊക്കെ അവിടെ വരുന്നുണ്ട്. കുറച്ചുകൂടെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു വിഷ്വൽ സ്റ്റൈലാണ് ഈ പടത്തിനുള്ളത്. സീനുകളുടെ ഒരു ടോൺ അനുസരിച്ചിട്ട് ലെൻസിങ്ങും മാറുന്നുണ്ട്. അപ്ന ഫ്രൈഡേ ആയിക എന്ന പാട്ട് കുറച്ചുകൂടി ഒപ്റ്റിമിസം ഉള്ള ലെവലിൽ പോയപ്പോൾ ഗോഡ് സോങ് ഒരു റെബൽ എനർജിയുള്ള ഐറ്റം ആയിരുന്നു. വിനായക് ശശികുമാറിന്റെ വരികളെ ഒരു സ്ഥലത്ത് വോയിസ് ഓവറിൽ അഭിനവ് ഉപയോഗിച്ചിട്ടുള്ളത് പടത്തിൽ നല്ലൊരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ ആഡ് ഓണുകളിലൂടെ സൗണ്ട് ഡിസൈൻ സിനിമയെ എന്റർടൈനിങ് ആക്കുന്നുണ്ട്. പഴയ DTS എക്സ്പീരിയൻസ് റീക്രിയേറ്റ് ചെയ്ത സീനും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രാഫ്റ്റ് ചെയ്തതായിരുന്നു. അങ്ങേയറ്റത്തെ ശുഭാപ്തി വിശ്വാസത്തിൽ നിന്ന് ജീവിതത്തിന്റെ കൈപ്പേറിയ റിയാലിറ്റിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വിനീത് മാധവൻ. ആ ഒരു എനർജി പെർഫെക്റ്റ് ആയിട്ട് നസ്ലൻ ക്യാരി ചെയ്യുന്നുണ്ട്. നസ്ലന്റെ കംഫർട്ട് സോണിലുള്ള ടൈപ്പ് ഹ്യൂമറും കാര്യങ്ങളും ഒക്കെയാണ് ആദ്യ പകുതിയിൽ ഭൂരിഭാഗം സ്ഥലത്തും വരുന്നത്. എന്നാൽ ക്യാരക്ടർ സ്വിച്ച് നടന്നതിന് ശേഷമുള്ള ഈ പറയുന്ന അഹങ്കാരി വേർഷൻ വളരെ മനോഹരമായിട്ട് തന്നെ സ്ക്രീനിൽ അവതരിപ്പിക്കാൻ നസ്ലന് സാധിക്കുന്നുണ്ട്. വളരെ യുണീക്ക് ആയിട്ടുള്ള ഗ്രാഫുള്ള ഒരു ക്യാരക്ടറാണ് ഷറഫുദ്ദീൻ ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു വൈബിൽ നിന്ന് കഥ മുന്നോട്ട് പോകെ ഒരു പ്രത്യേകതരം ഫിലിം മേക്കർമാരുടെ പ്രതിനിധിയായിട്ട് ആ ക്യാരക്ടർ മാറുന്നുണ്ട്. തന്റെ സിഗ്നേച്ചർ ഹ്യൂമർ സ്റ്റൈലിലൂടെ പുള്ളി ആ ക്യാരക്ടർ നൈസായിട്ട് ചെയ്യുകയും ചെയ്തു.
സ്ക്രീൻ ടൈം താരതമ്യേന കുറവാണെങ്കിലും സംഗീത് പ്രതാപ് തന്നെ ഏൽപ്പിച്ച ക്യാരക്ടറിനെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. റോഷൻ ഷാനവാസിന് വിനീത് മാധവന്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഒരു നല്ല ഫുൾ ലെങ്ത് ക്യാരക്ടറാണ് ഈ പടത്തിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പുണ്ണി ശശി തനിക്ക് ലഭിച്ച പ്രൊഡ്യൂസർ കഥാപാത്രത്തെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. ജഗദീഷ്, ഗോപിക രമേശ്, അൽതാഫ് സലീം, പ്രശാന്ത് അലക്സാണ്ടർ മുതലായവരും പിന്നെ ഒരുപാട് ക്യാമിയോകളും എക്സ്റ്റൻഡഡ് ക്യാമിയോകളും ഈ പടത്തിലുണ്ട്. അവരെല്ലാം സിനിമ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ടുമുണ്ട്. ഒരു സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് വരുമ്പോൾ സന്തോഷവും ഹോപ്പും ഒക്കെ തോന്നണം എന്ന് നിർബന്ധമുള്ള പലർക്കും മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന അഭിനവ് സുന്ദർ നായിക്കിന്റെ ആദ്യത്തെ സിനിമ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. നടൻ ഇടവേള ബാബു ആ പടത്തിലുള്ള, പ്രത്യേകിച്ച് അതിലെ നായിക പറഞ്ഞൊരു ഡയലോഗിനോടുള്ള തന്റെ അതൃപ്തി പൊതുവേദിയിൽ തന്നെ പറഞ്ഞിരുന്നു. ആ പടത്തിൽ ഒരു ഡയലോഗ് ആണെങ്കിൽ ഇവിടെ മിനിമം 3 എണ്ണമെങ്കിലും ആ സൈസിലുള്ളതുണ്ട്. അതുകൊണ്ട് ഇടവേള ബാബുവിന്റെ സൈഡിലാണ് നിങ്ങളെങ്കിൽ ഈ പടം നിങ്ങൾക്കുള്ളതല്ല. വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് സക്സസ് എന്ന കോൺസെപ്റ്റിനെ എക്സ്പ്ലോർ ചെയ്യുന്ന പടമാണ് മോളിവുഡ് ടൈംസ്. നിയമപരമായിട്ട് ചാലഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു കോപ്പിയടി പരിപാടിയെക്കുറിച്ച് അഭിനവ് ഈ പടത്തിൽ ഒരു സ്ഥലത്ത് സംസാരിക്കുന്നുണ്ട്. ഒറിജിനൽ ഐഡിയ എന്ന് പറയുന്ന സാധനത്തിന്റെ ചില വിരോധാഭാസങ്ങൾ ഈ പടത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഒരു ഡാർക്ക് ഹ്യൂമർ പരിപാടിയിൽ അഭിനവ് കാണിച്ചു തരുന്നുമുണ്ട്. മുകുന്ദൻ ഉണ്ണിയുടെ വേൾഡ് വ്യൂ രസകരമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നല്ല രീതിയിൽ എൻഗേജ് ചെയ്യിക്കാനുള്ള സ്റ്റഫ് മോളിവുഡ് ടൈംസിലും തീർച്ചയായിട്ടും ഉണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്